ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അവിടെ. വേറെ എന്ത് പറഞ്ഞാലും അവിടെ പോകാനില്ല. ശരിക്കും പൂജ എന്ന് പറഞ്ഞാൽ അർത്ഥം നന്ദി പ്രകടനമാണ്. അപ്പൊ നന്ദി പ്രകടനമായിരിക്കണം സർവ ഈശ്വര പൂജകളും. സർവ പൂജകളും നന്ദി പ്രകടനമായി മാറാം. കാര്യസാധ്യത്തിന് വേണ്ടി ഉള്ളതാവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ഭഗവാൻ ഇത് സർവശക്തി ഇച്ചിരി പായസം കൊടുത്തോ, 2 പഴം കൊടുത്തോ, ഇച്ചിരി മലര് കൊടുത്തോ ഒക്കെ എന്റെ കാര്യം സാധിക്കണമെന്ന് പറയുന്നത് പറ്റിക്കലല്ലേ? ഇതിനേക്കാൾ വലിയ വിദ്യത്തുണ്ടോ? ഇല്ല, അവിടത്തെ അല്ലേ ഇത്. എന്താണ് നമ്മൾ ചെയ്ത് നോക്കി അല്ലേ? എന്താണ് എന്റെ നന്ദി പ്രകടനമാണതൊക്കെ. ഞാനത് രൂപപ്പെടുത്തി പാകപ്പെടുത്തി അവിടേക്ക് കൊടുത്ത് ഞാൻ എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു അല്ലെ? ഈശ്വരനോട് നന്ദി പറയാം അല്ലെ? സൂര്യനോട് നന്ദി പറയാം. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമുക്ക് വെളിച്ചത് തന്നു അല്ലെ? ഭൂമിയുടെ സർവത്ര ജീവജാലങ്ങൾക്കും അന്നം നൽകി അല്ലെ? നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കൊടുക്കാൻ തന്നു, നമ്മുടെ ജീവജാലങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഊർജവും കൊടുത്തു. നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നൽകി പ്രകാശോജ്വലമായി നിൽക്കുന്ന സൂര്യന് വൈകുന്നേരം യാത്ര പറഞ്ഞു പോകുമ്പോൾ നമുക്ക് നന്ദിയോടെ സ്മരിച്ച് തൊഴുതൂടെ? രാവിലെ തരാൻ വേണ്ടി വരുന്ന അദ്ദേഹത്തിനൊന്ന് തൊഴുതൂടെ? സൂര്യനൊന്ന് തൊഴുതൂടെ? രാവിലെ തൊടാം, അസ്തമയത്തെ തൊടാം അല്ലേ? എനിക്ക് അസ്തമയം വരാൻ അങ്ങയെ കാണാൻ സാധിച്ചു, അസ്തമയവും എന്നെ കാണിച്ചതോ? എനിക്ക് നാളത്തെ ഉദയമാണ്, എന്നെ ഉദയം ദർശിപ്പിക്കാൻ തൊടാനും എനിക്ക് സാധ്യമായി തെരുമാറായെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. എന്താണ് കാരണം? നമ്മളെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു പല വിഷയങ്ങളും. കുറഞ്ഞു പോകുമോ, കുറച്ചിലായി പോകുമോ, അല്ലെങ്കിൽ ഞാൻ താന്നു പോകുമോ, എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുമോ എന്നൊക്കെ പേടി കൊണ്ട് നമ്മൾ ഇവ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നു. ഇതൊക്കെ സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. പലയിലേക്ക് ഇതിനെപ്പോലെ ഏർപ്പെട്ട് ഈശ്വര വ്യവസ്ഥയിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നാൽ അല്ലെങ്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്ക് മാർഗ തടസ്സങ്ങൾ ഉണ്ടാകുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഞാൻ വലിയ മുറുകപ്പെടുമോ, എൻ്റെ ഭർത്താവ് തള്ളിക്കളയുമോ, അല്ലെങ്കിൽ ഭാര്യ തള്ളിക്കളയുമോ, മക്കളോട് ഞാൻ ആരുമല്ലാതെ പോകുമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇപ്പോഴുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ, എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലിൽ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുണ്ടാവുന്നത്. ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം അങ്ങേതാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ മനസ്സെത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയവും സ്മരിക്കാനേ സമയമുള്ളൂ. ആ സ്മരണയിലൂടെ നമുക്ക് പൂജിക്കാം അല്ലേ? അല്ലെങ്കിൽ കർപ്പൂരം വേണ്ട, അട്ട വേണ്ട, പൂ വേണ്ട, വെള്ളം വേണ്ട, ലേദ്യം വേണ്ട, ഒന്നും വേണ്ട. എപ്പോഴും സ്മരണ കൊണ്ട് നമുക്ക് പൂജിക്കാം. സ്മരണ കൊണ്ട് പൂജിക്കുക എല്ലാ സമയവും. വലിയ കാര്യമില്ലേ? അതൊരു വലിയ നേട്ടമല്ലേ? അത് വഴിയണമെങ്കിൽ ഈശ്വര വ്യവസ്ഥയുടെ നന്മയിലൂടെ അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ ഒഴുകാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരുള്ളൂ. കാരണം കുറച്ചു പേർക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെ ഗുണങ്ങളുള്ളവരുടെ തലയിൽ വരച്ച പെൻസിലിന്റെ മൂട് കൊണ്ട് എൻ്റെ തലയിൽ വരച്ചാൽ മതിയായിരുന്നു, ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞത് എന്തിനാണ്? അങ്ങനെയല്ല. ആ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ആ പേന കൊണ്ട് തന്നെയാണ് നമ്മുടെ തലയിലും ഈ സർവശക്തിയിൽ എഴുതിയിരിക്കുന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരില്ല. എന്നിട്ട് നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മളിലേക്ക് ആ അറിവ് ഒഴുകി വരുന്നത്. ഒഴുകി വരുന്നത് എവിടെ നിന്നാണ്? നമ്മളിൽ തന്നെയുണ്ടത്. എത്രയോ ജന്മങ്ങൾ നമ്മൾ ഇവിടെ ജനിച്ചു വന്ന് പോയിരിക്കുന്നു. പല രൂപത്തിൽ, ഭാവത്തിൽ ഒക്കെ ഇവിടെ നമ്മൾ എത്രയോ പ്രാവശ്യം വന്നു പോയിരിക്കുന്നു. ഈ വന്നു പോയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ആർജിച്ചിട്ടുള്ള അറിവുകൾ മുഴുവനും ഈ ജീവനിലുണ്ട്. ഈ ജീവൻ എന്ന് പറയുന്ന സാധനത്തിലുണ്ട്, ഈ ബ്രഹ്മത്തിലുണ്ട്. അത് പല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ മൂടപ്പെട്ട് കിടക്കേണ്ടത്. ഈശ്വര വ്യവസ്ഥയിലൂടെ, ആത്മീയ മാർഗങ്ങളിലൂടെ, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് ജ്ഞാനമാർഗത്തിലൂടെ മറ്റോ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതിന്റെ കെട്ടടിയാതെ വന്നു. ഈ മൂടപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം മാറിക്കഴിയുമ്പോൾ യഥാർത്ഥ പ്രകാശം പുറത്തോട്ട് വരും. അപ്പോഴാണ് ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ലോകത്തിന് ഗുണപ്രദമായിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നിൽ അടങ്ങിയിരിക്കുന്ന ഗുണത്തെ ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ പുറത്തു വരില്ല. നമ്മൾ ആരാണ് എന്താണെന്ന് പറഞ്ഞാലും ശരിയാണ്, നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ശരിയാണ്. പുറത്തോട്ട് വഴിയണമെങ്കിൽ മനസ്സിന്റെ കെട്ട് പൊട്ടണം, ഇന്ദ്രിയങ്ങളുടെ കെട്ട് പൊട്ടണം, ബുദ്ധിയുടെ കെട്ട് പൊട്ടണം. ഈ എല്ലാം പൊട്ടി ആ ഭഗവാൻ എന്ന് പറയുന്ന ബോധത്തിലേക്ക്, ആ ഗുരു എന്ന് പറയുന്ന ബോധത്തിലേക്ക്, ആ പരമാത്മതയിലേക്ക് നമ്മൾ ലയിക്കണം. എങ്കിൽ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ. ഈ കുടത്തിലെ വെള്ളം കുടത്തിലേക്ക് ഒഴുകുന്നത് പോലെ, ആ കുടത്തിലെ വെള്ളം നദിയിലേക്കും, നദിയിലെ വെള്ളം സാഗരത്തിലേക്കും ചെന്ന് പതിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് അത്രയും സൗന്ദര്യമുള്ള ഒന്നാണ്. പക്ഷെ ആ മനസ്സിന്റെ സൗന്ദര്യം കെടുത്തി വെച്ചിരിക്കണം, എല്ലാവരും ചുരുക്കി വെച്ചിരിക്കണം. ഇത്രയേ ചെയ്യുള്ളൂ, ഇത്രയേ പോകുള്ളൂ, ഇങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മനസ്സിനെ ചുരുക്കി വെച്ചിരിക്കുകയാണ്. ഈ മനസ്സിനെ ചുരുക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിനെ നിവർത്തണം.
മനസ്സ് നിവർന്നു കഴിയുമ്പോൾ അത് താമരപ്പൂവെന്ന് ഉറപ്പിക്കുക. എത്ര ഭംഗിയാണ് ആ പൂവിനെ കാണാനായിട്ട്, എത്ര കണ്ടാലും നമുക്ക് അതിൻ്റെ സൗന്ദര്യം നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത്രയും സൗന്ദര്യം, അതിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു പുഷ്പമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ കോംപ്ലക്സുകൾക്കോ അഹങ്കാരങ്ങൾക്കോ യുക്തികൾക്കോ ഒക്കെ എന്ത് പ്രാധാന്യമുള്ളത്? ശരിക്കും ഒരു പ്രാധാന്യമില്ല. ഇതിൽ കേട്ട് കളയുന്നതാണ് കുഴപ്പം. ഈ ചെവിടി കേട്ടിട്ട് ഈ ചെവിടി കളയുന്നതാണ് കുഴപ്പം. അതുകൊണ്ടാണ് വളർച്ചയില്ലാത്തത്. അന്വേഷിച്ചിറങ്ങിയാൽ ചെന്ന് പെടാൻ നമുക്ക് കഴിയണം. ആരെയാണോ നമുക്ക് ഗുരുവായിട്ട് നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത്, ആ ഗുരുവിനോട് തന്നെ നമ്മുടെ ആത്മീയത്വത്തിലേക്ക് ഉയർത്താൻ നമ്മൾ പറയുക. നമ്മളിപ്പോഴും അപേക്ഷിക്കുക, ഉയർത്താൻ നമുക്ക് സാധിക്കും. എൻ്റെ ഗുരു, എൻ്റെ മഹാഗുരുവാണ് അവതരിക്കണ ഗുരു. എല്ലാ സർവത്തിനും അതീതനായ ഗുരുവാണ് ആയിരിക്കണ ഗുരു. ആ ഗുരുവിനെ ഞാൻ പൂജിക്കുന്നുണ്ട്. എന്താണ് പൂജിക്കുന്നത്? പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇടവരാനോ ചൊറിയാനോ അവകാശമില്ല. എൻ്റെ ആത്മീയൗന്നത്യത്തെ അല്ലെങ്കിൽ എൻ്റെ ഭക്തിയെയോ എൻ്റെ വിനയത്തെയോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ ഒരാൾക്കും മാന്താനോ ചെയ്യാനോ ചൊറിയാനോ അവകാശമില്ല. അത് എൻ്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ്. എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ സ്വയമേവ എൻ്റെ താല്പര്യം, എൻ്റെ സ്വയമേവ ഞാൻ എടുത്തിരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് ഒരാൾക്കും അതിനകത്ത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എൻ്റെ ഭക്തിയെയോ എൻ്റെ മുന്നോട്ടുള്ള യാത്രയെയോ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അവനവൻ്റെ നിലപാടുകളാണ്. അവിടെ നമ്മൾ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉണരാനും ഉയരാനും സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്നും പലതും ഇങ്ങനെ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും. ചേർത്ത് വെക്കേണ്ട അടുത്തൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ കോംപ്ലക്സുകൾ ഇങ്ങനെ വന്ന് നമ്മളെ ഞെരുക്കി മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ അവിവേകികളായി പോകുന്നത്. നമുക്കത് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്നാണ് സത്യം. അവിടെ ഇതാണ് വിഷയം. നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. ഈശ്വര വ്യവസ്ഥയിൽ, ഗുരുവിന്റെ വ്യവസ്ഥയിൽ മനസ്സിനെ ഉറപ്പിച്ച് ദൃഢമാക്കി നിർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളിലെ അന്തർലീനമായിരിക്കുന്നത് ഈശ്വരൻ ഒരുപാട് ഗുണങ്ങൾ കുത്തി നിറച്ചാണ് ഈശ്വരൻ ഇങ്ങോട്ടേക്ക് നമ്മൾ വിട്ടിരിക്കുന്നത്. അവനവനിലെ ആ നന്മയെ പുറത്തു കൊണ്ടുവന്ന് അവനാക്കി നിർത്താൻ, അവനെ നിർത്താൻ ഗുരുവിനെ കൊണ്ടാണ് മറ്റാരും സാധ്യമല്ല. ഗുരുവിനെ കൊണ്ടേ സാധിക്കുള്ളൂ. നമുക്ക് സ്വയമായിട്ട് നമ്മളിലെ ഗുരുത്വത്തെയും ഗുരുവിനെയും കണ്ടെത്തി നമുക്ക് അതിൽ അമർന്ന് ആത്മീയൗന്നത്യം നേടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലാണ് ഭൗതികമായിരിക്കുന്ന പുറത്തിരിക്കുന്ന ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിക്കേണ്ടതുള്ളൂ. നമ്മൾ സാധിച്ചില്ല എങ്കിൽ പുറത്ത് ഇതേപോലെയൊക്കെ ഇരിക്കുന്ന ഗുരുക്കന്മാർ, ആചാര്യന്മാരെ ആശ്രയിച്ചിട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് നമ്മൾ ആത്മീയൗന്നത്യത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. അതിനാണ് പുറത്ത് ഭൗതികമായിട്ട് നിലവിൽ ഒരു ഗുരു ഉള്ളത്. എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഗുരു തന്നെയാണ് പുറമേ ഇരിക്കുന്ന ഗുരു എന്ന് നമ്മളപ്പോൾ അതിനെ ചിന്തിക്കണം. ആ ഗുരുവിൽ നിന്ന് ലഭിക്കുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, എൻ്റെ ജ്ഞാനത്തിന് വേണ്ടി അറിവിലേക്കുള്ളതാണെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ബോധം തിരിഞ്ഞ്, ബുദ്ധി തിരിഞ്ഞ് നമ്മൾ നിന്നാൽ മാത്രമേ നമ്മുടെ ബുദ്ധി തെളിയുള്ളൂ. ബുദ്ധി തെളിഞ്ഞാലേ മാത്രമേ നമ്മളുടെ ഗുണങ്ങൾ പുറത്തോട്ട് പോരുള്ളൂ. ഗുണങ്ങൾ വഴിയുന്നെങ്കിൽ ബുദ്ധി തെളിയണം. ബുദ്ധി തെളിയാതെ ഗുണങ്ങൾ വഴിയില്ല. ഇപ്പോഴുള്ള ഗുണങ്ങളൊന്നും ഗുണങ്ങളല്ല. യഥാർത്ഥ ഗുണങ്ങൾ പുറത്തേക്ക് ഒഴുകാനുണ്ട്. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ ഗുണങ്ങൾ പുറത്തോട്ട് വഴിയാനുണ്ട്. അതിനിപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് അതൊന്നും ഇപ്പൊ സങ്കോചിച്ചിരിക്കുക, നമ്മളിങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. താമരപ്പൂ പോലെ ഇങ്ങനെ വിടരണം. നമ്മുടെ മനസ്സ് താമരപ്പൂ പോലെ വിടരണം. വിടർന്നു കഴിയുമ്പോൾ അതിന്റെ സൗന്ദര്യം പുറത്തോട്ട് പ്രകാശിക്കുന്നതിനെ ഗുണമെന്ന് പറയുന്നത്. അത് പലതരത്തിലാണ് പ്രകാശിക്കുന്നത്. ആ സൗന്ദര്യം, ആ മനസ്സിന്റെ സൗന്ദര്യം പുറത്തോട്ട് പലതരത്തിൽ വഴിയുമ്പോഴാണ് നമുക്ക് പലതര കാഴ്ചകളും കേട്ടാൽ നമുക്ക് കൊതിതീരാത്ത വാക്കുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ആവിർഭവിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്. മനസ്സിന്റെ വളർച്ചയാണ് ഇന്ന് നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും കാരണം. അതിന് നമുക്ക് ആത്മീയ ഔന്നത്യം കൂട്ടമാക്കി അവനവരുടെ സത്തയെ ഉണർത്തി ആനന്ദ നിർവൃതിയിൽ